A+2 സ്വാഗതം. സർക്കാരിൻ്റെ അടുത്ത കാലത്തുള്ള ഒരു ഉത്തരവ് ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ വേണ്ടിയുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വളരെ വിചിത്രം എന്ന് പറഞ്ഞില്ലെങ്കിലും അത്തരം ഒരു ഉത്തരവ് ശരിയായ രീതിയിലുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഇതിൽ ആദ്യം ഒരു വസ്തുത പറയാം. നിങ്ങളൊരു വ്യക്തിയാണെന്ന് വെക്കുക, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തി ചിലപ്പോൾ നമുക്ക് എല്ലാ മാസവും കൃത്യമായും ക്ഷേമ പെൻഷൻ കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ മറ്റാരിൽ നിന്നെങ്കിലും ഈ കുറച്ച് തുക കടം വാങ്ങും. അപ്പോൾ നിങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക കിട്ടാനുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തരാം എന്നായിരിക്കും അങ്ങനെയുള്ള ആളുകൾ മറുപടി പറയുക. അത്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുകയും ആളുകൾ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇങ്ങനെ ഒരു കുറച്ച് തുക നിങ്ങൾ വാങ്ങി കുടിശ്ശികയായിട്ട് ഒരു 5 മാസത്തെ 6 മാസത്തെ ഒക്കെ കുടിശ്ശിക നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്ന് കരുതുക. അങ്ങനെയുള്ള കുടിശ്ശിക നിങ്ങൾക്ക് സമയാസമയം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ആരിൽ നിന്നെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്നു. അത് ഈ 6 മാസത്തെ കുടിശ്ശികയുള്ള തുകയാകാം, ഇല്ലെങ്കിൽ 3 മാസമാകാം, 4 മാസമാകാലും, എന്തായാലും കുറച്ച് തുക നിങ്ങൾ കടം വാങ്ങുന്നു. നിങ്ങൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പറയുന്നു. അത് എയോ ബിയോ സിയോ ആയിക്കോട്ടെ, അദ്ദേഹം ഈ കുടിശ്ശിക ഉള്ള പെൻഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ ദൈവം അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നു എന്ന് വെക്കുക. അങ്ങനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് ആ കുടിശ്ശിക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക വാങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായും ഇതിന് മുമ്പ് നിലനിന്നിരുന്ന ഉത്തരവ് പ്രകാരം അദ്ദേഹത്തിന് വാങ്ങേണ്ടിയിരുന്ന തുക അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. ആ അവകാശപ്പെട്ട തുക അനന്തരാവകാശികൾക്ക് വാങ്ങാം എന്ന് നിലവിലുണ്ടായിരുന്ന ഒരു തീരുമാനം ഇപ്പോൾ സർക്കാർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ അനന്തരാവകാശികളൊന്നും ഈ കുടിശ്ശിക തുകയൊന്നും വാങ്ങണ്ട, അങ്ങനെയുള്ള അവകാശം അവർക്ക് നൽകുന്നില്ല, ഉണ്ടായിരുന്നത് തിരിച്ചെടുക്കുന്നു എന്ന മട്ടിലുള്ള ഒരു സർക്കാർ ഉത്തരവാണ് അടുത്ത കാലത്ത് വന്നത്. എത്ര കഷ്ടമാണെന്ന് നോക്കുക. അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ഒരു വ്യക്തിക്ക് അർഹതപ്പെട്ട തുക അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവകാശികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ള ഒരു അസംഷൻ. ഇപ്പോൾ ശമ്പളം വാങ്ങേണ്ട ഒരു വ്യക്തി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം 30 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ മാസത്തെ ശമ്പളം കിട്ടും. അദ്ദേഹം 25 ദിവസം കഴിഞ്ഞു, ഇല്ലെങ്കിൽ 29 ദിവസം കഴിഞ്ഞു, ഇല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞു, അദ്ദേഹം എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ശമ്പളം അനന്തരാവകാശികൾ ആരാണോ അർഹതയുള്ളത് അവർ അത് തെളിയിക്കുന്ന പക്ഷം, അതായത് അനന്തരാവകാശിയാണെന്ന് തെളിയിക്കുന്ന മുറയ്ക്ക് ആ കുടിശ്ശിക, ആ ശമ്പളവും അവർക്ക് അർഹതപ്പെട്ടതാണ് കൊടുക്കുകയും ചെയ്യും. ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ഏതുവരെയുണ്ടോ അതെല്ലാം തന്നെ അനന്തരാവകാശികൾക്ക് കൊടുക്കും അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ. ഇത് പെൻഷനറുടെ കാര്യത്തിലായാലും ശമ്പളം വാങ്ങുന്നവരുടെ കാര്യത്തിലായാലും ഇതാണ് നടപ്പ്, ഇതാണ് രീതി. പക്ഷേ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ കാര്യത്തിൽ മാത്രം അവരുടെ ക്ഷേമ പെൻഷൻ അവർ മരണപ്പെട്ടാൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന തുക അനന്തരാവകാശികൾക്ക് കൊടുക്കില്ല, അല്ലെങ്കിൽ കൊടുക്കണ്ട എന്നുള്ള സർക്കാർ ഉത്തരവ് ശരിക്കും അനുചിതമാണ്, നിയമവിധേയമല്ല, നീതിരഹിതമാണ്, സ്വാഭാവിക നീതിയുടെ നിഷേധവുമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനകീയ സർക്കാരിന് ചേരുന്ന ഒരു നടപടി അല്ല. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കുറച്ചു പേർ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നുണ്ടാകാം, എല്ലാവരും അങ്ങനെയൊന്നുമല്ല. അത് വളരെ ചെറിയൊരു ശതമാനം ആളുകളെ ഉള്ളൂ അനർഹമായി വാങ്ങുന്നത്. മഹാഭൂരിപക്ഷവും അർഹതപ്പെട്ട ഇത് തന്നെയാണ്, അവർ അർഹത തെളിയിച്ചതാണ്, അത് പ്രകാരം അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ കുടിശ്ശിക അനന്തരാവകാശികൾക്ക് ലഭിക്കാനുള്ള അർഹത, അനന്തരാവകാശികൾക്ക് കാശുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കാൻ, പക്ഷേ അനന്തരാവകാശികൾക്ക് ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക അവർക്ക് ലഭിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് നൽകേണ്ടതുമാണ്. അത് വേണ്ട എന്ന് ഉള്ള ഒരു നീക്കം ശരിക്കും ബാലിശമാണ്, ഭൂഷണമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് പറ്റിയതല്ല, ജനകീയ ഗവൺമെൻറ് ചെയ്യാൻ ഉള്ളതല്ല.
പക്ഷേ ആ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ വ്യാപകമായ പരിശോധന നടത്തി ക്ഷേമ പെൻഷൻ്റെ അനർഹത പിടിച്ചെടുക്കുന്നു. ആയിക്കോട്ടെ, അനർഹരുടെ കാര്യത്തിൽ അത് ചെയ്തു കൊള്ളട്ടെ, നമുക്ക് ആക്ഷേപമില്ല. അനർഹരാണെങ്കിൽ അവർ വാങ്ങണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ അനർഹത ഉള്ള ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി ത്വരിതഗതിയിൽ തീവ്രമായ നീക്കങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സർക്കാർ തന്നെ ക്ഷേമ പെൻഷന് ഈ മരണപ്പെട്ട വ്യക്തിക്ക് നൽകേണ്ടിയിരുന്ന തുക അനന്തരാവകാശികളും വാങ്ങണ്ട എന്ന് പറഞ്ഞ് നിഷേധാത്മകമായ ഉത്തരവ് ഇറക്കുന്നത് ഒരിക്കൽ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ആ ഉത്തരവ് പിൻവലിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മരണപ്പെടുന്നത് വരെയുള്ള കുടിശ്ശികയല്ലേ കൊടുക്കുള്ളൂ. ഇനി മരണപ്പെട്ട് കഴിഞ്ഞ ആളുകളുടെ പെൻഷൻ ആരെങ്കിലും തുടർന്ന് അനർഹമായി വാങ്ങുന്നു എങ്കിൽ അവരെ പിടികൂടണം. പക്ഷേ അവരെ കുടിശ്ശികയും കൊടുക്കൂല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒന്ന് ശരിയായ നിലയിൽ ചെയ്യുമ്പോൾ അടുത്തേത് തെറ്റായ നിലയിലേക്കുള്ള തീരുമാനങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ളത് നമ്മളെ ഒരു ജനകീയ പാരമ്പര്യമനുസരിച്ച് നമ്മളെ രാജ്യത്തെ വ്യവസ്ഥിതികൾക്ക് വിധേയമല്ല, അതിന് യോജിച്ചതല്ല എന്ന് 1000 വട്ടം എടുത്ത് പറയേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ നടത്തുന്നത് സർക്കാരിന് നഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. കാരണം ജീവിച്ചിരുന്നെങ്കിൽ കൊടുക്കേണ്ട തുകയല്ലേ ഈ മരിച്ചപ്പോൾ അനന്തരാവകാശികൾക്ക് കൊടുക്കുന്നത്, അല്ലാത്തതല്ലല്ലോ. അവരുടെ അർഹത നിശ്ചയിക്കപ്പെടുകയും അവർക്ക് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കൃത്യമായി തന്നെ എല്ലാ മാസവും കൊടുക്കണം. ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വെക്കാം. പക്ഷേ ഇനിയും അങ്ങനെ തന്നെ ചെയ്യുമെങ്കിൽ അതാത് മാസം അവർക്ക് കിട്ടും. ആ സമയം അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഇനി കുടിശ്ശിക എന്നുള്ളത് വരുമ്പോൾ മാത്രമേ ഈ പ്രശ്നം വരികയുള്ളൂ. ഇനി 30 ദിവസം തികഞ്ഞില്ല, ആ മാസത്തെ പെൻഷൻ 30 ദിവസം തികയുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് പെൻഷനറോ സ്റ്റേറ്റ് സർവീസ് എംപ്ലോയീസോ ഈ 28 ദിവസം ആയാലും 30 ദിവസത്തെ ആ ശമ്പളം അവരുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കുന്നത് പോലെ ആ കറണ്ട് മന്തിലും അവർ ഏകദേശം 30 ദിവസം ജീവിച്ചിരുന്നു, പക്ഷേ ക്ഷേമ പെൻഷൻ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ക്ഷേമ പെൻഷൻ അവർക്ക് കിട്ടാതെ വരുമല്ലോ. അപ്പം 30 ദിവസം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പോൾ ആ 30 ദിവസം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളിന് അർഹത ഉണ്ടെങ്കിൽ ആ ജീവിച്ചിരുന്ന സമയത്തെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം അനന്തരാവകാശികൾക്ക് നൽകാം. അതിനകത്ത് അനന്തരാവകാശികളുടെ ഏതെങ്കിലും വരുമാന സ്രോതസ്സോ മറ്റുമൊക്കെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നോക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ ഒരു പുനരാലോചന നടത്തുന്നത് ഉചിതമാണ്. കാരണം ഈ ഒരു ചെറിയ ശതമാനം ആളുകൾ എന്തെങ്കിലും ഫാൾട്ട് കാണിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നത് കാരണം എല്ലാവരെയും ആ ഗണത്തിൽ തന്നെ പെടുത്തിക്കൊണ്ടുള്ള നീക്കം നടത്തുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അത് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ജനകീയ സർക്കാർ എന്ന് പറയുന്ന വേളയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് ഒരു അപേക്ഷയാണ്. സർക്കാർ അത് സ്വീകരിക്കുമെങ്കിൽ ജനങ്ങൾക്ക് അതുകൊണ്ട് വലിയൊരു ആശ്വാസം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട നിശ്ചിതമായ കാര്യങ്ങൾ ഈ ചാനലിൽ ഇനിയും ഉണ്ടാകുന്നുണ്ട്. അത്തരം ആളുകളും അപ്ഡേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ, വസ്തുതാപരമായ വിവരങ്ങൾ അത് വ്യക്തമായി തന്നെ ഈ ചാനലിൽ പറയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി.